അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. വയനാട്ടിലും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ലോകമെമ്പാടും ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മർത്തമറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് ലഭിച്ചിരിക്കുന്ന യേശുവിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി എന്ന പുസ്തകത്തിന്റെ 3-ാമത്തെ ചാപ്റ്റർ, യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ജീസസ് ക്രൈസ്റ്റ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്ന പുസ്തകത്തിന്റെ എന്ന ചാപ്റ്ററിന്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇത് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-5 അധ്യായങ്ങളാണ് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചേർത്ത് പഠിച്ചത് അല്ലെ. യേശുക്രിസ്തു എന്തുകൊണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകതകൾ, യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ ആയിരുന്നു നമ്മൾ 4-5 അധ്യായങ്ങളിൽ കണ്ടത്. ഇനിയും 6-ാം അധ്യായത്തിൽ പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നെങ്കിലും അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം ക്രിസ്തു മൽക്കീസദേക്കിന്റെ പ്രകാരം എന്നേക്കും നമ്മുടെ പ്രധാന ആചാര്യൻ എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് 6-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ 7-ാം അധ്യായത്തിലെ ചിന്താവിഷയവും. എന്താണ്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ് ഇൻ ദി ഓർഡർ ഓഫ് മെൽക്കിസദേക്ക് എന്ന വിഷയത്തെ പറ്റി ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, വിശദീകരണമാണ് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ ഒരു അധ്യായത്തെ നമ്മൾ 4 ഭാഗമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ഭാഗം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഡിസ്ക്രൈബ്സ് സം ഫാക്ട്സ് വി നോ അബൌട്ട് മെൽക്കിസദേക്ക്. വേദപുസ്തക അടിസ്ഥാനത്തിൽ മൽക്കിസദേക്കിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായിട്ട് ചേർത്ത് ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് വസ്തുതകളാണ് നമുക്ക് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ 4 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദ എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് മെൽക്കിസദേക്ക്, മൽക്കീസദേക്കിന്റെ ഔന്നത്യത്തെ പറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദി എക്സലന്റ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മേന്മയേറിയ പൗരോഹിത്യത്തെ പറ്റി കാണാൻ സാധിക്കും. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ് ഹു ഇസ് പെർഫെക്റ്റ് ഇൻ ഓൾ വെർച്യൂസ്, മഹാപുരോഹിതൻ എന്ന നിലയിൽ സർവഗുണ സമ്പന്നനായ ക്രിസ്തുവിനെ പറ്റി ചുരുങ്ങിയ വാക്യങ്ങളിൽ വിശേഷിപ്പിക്കുന്നതാണ് നമുക്ക് അവസാനത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ, മെൽക്കിസദേക്ക് ബേസ്ഡ് ഓൺ ബൈബിൾ. വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മൽക്കീസദേക്കിനെ പറ്റി 3 സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയൊക്കെയാ? 1, ജനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 18 to 20, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, സാം 110 വേഴ്സ് 4, സങ്കീർത്തനങ്ങൾ 110:4, എബ്രായർക്ക് എഴുതിയ ലേഖനം 5, 6, 7 അധ്യായങ്ങളിൽ. ഇവിടെ മാത്രമേ നമുക്ക് മൽക്കീസദേക്കിനെ പറ്റി കാണാൻ സാധിക്കുന്നുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു കഥ പോലെ നമുക്കത് കാണാൻ സാധിക്കും. എന്താണ്? സോദോമിൽ താമസിച്ചിരുന്ന ലോത്തിനെ ചില രാജാക്കന്മാർ തടവുകാരനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇതറിഞ്ഞ് ഒരാൾ ഓടിച്ചെന്ന് ഇത് അബ്രഹാമിനെ അറിയിക്കുന്നു. അങ്ങനെ അബ്രഹാം ചെന്ന് ഈ രാജാക്കന്മാരെ നിഗ്രഹിച്ച് വിജയിയായി മടങ്ങി വരുമ്പോൾ യെരുശലേമിൽ വെച്ച്, എവിടെ വെച്ചാ? യെരുശലേമിൽ വെച്ച് മൽക്കീസദേക്കിനെ കണ്ടുമുട്ടി. മൽക്കീസദേക്ക് എന്ത് ചെയ്തു? അബ്രഹാമിനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അപ്പവും വീഞ്ഞും നൽകി അവരെ അനുഗ്രഹിച്ചു. അബ്രഹാം ആകട്ടെ തിരിച്ചെന്ത് ചെയ്തു? തനിക്കുണ്ടായിരുന്ന സർവ്വത്തിലും അവർക്ക് കിട്ടിയ ആ ഒരു യുദ്ധത്തിൽ അവർക്ക് ലഭിച്ചതായിട്ടുള്ള എല്ലാത്തിൽ നിന്നും ഒരു 1/10 മൽക്കീസദേക്കിന് നൽകി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. When Abraham was returning victoriously after slaying the kings who had captured Lot, he met Melchizedek in Jerusalem. He gave bread and wine to Abraham and the people with him and blessed them. Abraham gave 1/10 of everything that he had to Melchizedek. ഇതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്ന മൽക്കീസദേക്ക്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സങ്കീർത്തനം 110:4 എന്ന് പറഞ്ഞു. അവിടെ എന്താ എഴുതിയേക്കുന്നത്? The Lord has sworn and will not change his mind. You are a priest forever according to the order of Melchizedek.
നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയില്ല. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലാണ് നമുക്ക് മൽക്കീസദേക്കിനെ പറ്റി പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാവുന്ന ചില വസ്തുതകളാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തോട് ചേർത്ത് ബന്ധിപ്പിക്കുവാൻ ഇവിടെ ലേഖകൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട്, നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ്, കിങ് ഓഫ് റൈറ്റസ്നെസ് ആൻഡ് പീസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കിയാൽ, മൽക്കീസദേക്ക് എന്ന പേരിന്റെ അർത്ഥം നീതിമാനായ രാജാവ്, ദ റൈറ്റസ് കിങ് എന്നുള്ളതാണ്. അദ്ദേഹം എവിടുത്തെ രാജാവായിരുന്നു? ശാലേമിലെ രാജാവ്. ശാലേം എന്ന് പറയുന്നത് യെരൂശലേമിന്റെ ആദ്യത്തെ പേരാണ്. ദ ഫസ്റ്റ് നെയിം ഓഫ് ജെറുസലേം ആണ് സാലേം എന്നുള്ളത്. അപ്പം ഈ ശാലേം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പീസ്, അല്ലെങ്കിൽ സമാധാനം എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ രണ്ട് വാക്കുകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഒന്ന് നീതി, രണ്ട് സമാധാനം. ഈ രണ്ട് വാക്കുകളുടെയും പ്രത്യേകത നമുക്കറിയാം. എന്താണ്? ഇത് തമ്മിൽ പരസ്പര പൂരകങ്ങളാണ്. ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. നീതി ഉള്ളിടത്തെ സമാധാനം ഉണ്ടാവുകയുള്ളൂ, സമാധാനം ഉള്ളിടത്തെ നീതി ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരേ ഒരാളെ നമുക്ക് അറിയുകയുള്ളൂ. അതാരാണ്? ക്രിസ്തു. ബോത്ത് ദ ടൈറ്റിൽസ് ആർ മെറ്റ് ഫുള്ളി ഇൻ ക്രൈസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്ലി മാച്ചസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ മൽക്കീസദേക്ക് എന്ന മഹാപുരോഹിതൻ നീതിയുടെ രാജാവും സമാധാന പ്രഭുവുമായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രതീകമാണ് എന്ന് നമുക്ക് ഒന്നാമതായിട്ട് ഇവിടുന്ന് മനസ്സിലാക്കാം. മെൽക്കിസദേക്ക് is a symbol of priesthood of Christ, who is the king of righteousness and lord of peace. ഇതാണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത. നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ് എന്ന മൽക്കീസദേക്കിന്റെ വിശേഷണം നമുക്ക് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തോട് ചേർത്ത് വായിക്കാൻ സാധിക്കും. ഇനിയും രണ്ടാമതായിട്ട്, ക്രിസ്തുവിന്റേത് പരമ്പരാഗത പൗരോഹിത്യമല്ല, അത് നിത്യമായുള്ളതാണ്. ക്രൈസ്റ്റ് പ്രീസ്റ്റ്ഹുഡ് ഇസ് നോട്ട് ട്രഡീഷണൽ ബട്ട് ഇറ്റ് ഇസ് ഇറ്റേണൽ. കാരണം വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലും വംശാവധികൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ജീനിയോളജീസ്. ബട്ട് there is no record in the Bible about Melchizedek's birth or his death. മൽക്കീസദേക്കിന്റെ ജനനമോ മരണമോ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലേഖകൻ നൽകുന്ന ഒരു ആശയമാണ്, മൽക്കീസദേക്കിന്റെ മരണമോ ജനനമോ നമുക്ക് അവിടെ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൗരോഹിത്യം അത് അവസാനിക്കുന്നില്ല, അത് നിത്യമാണ്. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് മെൽക്കിസദേക്ക് ഇസ് ഇറ്റേണൽ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പൗരോഹിത്യവും ലേവ്യ പൗരോഹിത്യത്തെ പോലെ. എന്താണ് ലേവ്യ പൗരോഹിത്യം അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രീസ്റ്റ്ഹുഡിന്റെ പ്രത്യേകത? അത് അഹറോനിൽ നിന്ന് ആരംഭിച്ച് അല്ലെങ്കിൽ അഹറോനിൽ കൂടെ ലേവ്യ കുടുംബത്തിൽ പരമ്പരാഗതമായി ത്രൂ ദ ലീനേജ് അത് വരുന്ന ഒന്നാണ്, അല്ലെ? ആ പ്രീസ്റ്റ്ഹുഡ്, പഴയ നിയമ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത്, പഴയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിന്റേത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അത് ലേവ്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല, നിസ്തുലവും നിത്യവുമായ ഒന്നാണ്. ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് ഇറ്റേണൽ എന്നുള്ളതാണ് രണ്ടാമത് ഈ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത. അപ്പം അതോട് ചേർത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പട്ടക്കാർക്കുള്ള ധൂപപ്രാർത്ഥനയുടെ ഭാഗത്ത് നമ്മൾ പറയും, ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹറോൻ മൂശയോടൊന്നിച്ച് സ്കറിയായിക്ക് അത് നൽകി മൂശ സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താവ് തൻ സ്ലീഹന്മാർക്കും എന്നാ പറയുന്നത്, അല്ലെ? ഇതിപ്പോ നമ്മൾ പറഞ്ഞ ആശയവുമായിട്ട്, അതായത് നമ്മളിപ്പോ പറഞ്ഞു ഇത് ക്രിസ്തുവിന്റേത് പരമ്പരാഗതമായിട്ട് വന്ന പൗരോഹിത്യമല്ല എന്ന് പറയുന്നു. എന്നാൽ ഈ പാട്ട് നമ്മൾ നോക്കുമ്പം ഇത് പരമ്പരാഗതമായി കൈമാറി വന്ന പൗരോഹിത്യമാണോ എന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് അവിടെ തോന്നാം, അല്ലെ? എന്നാൽ അതല്ല. എന്താണ്? അഹറോനും മോശയ്ക്കും കൊടുത്ത പൗരോഹിത്യ നൽവരം യോഹന്നാൻ വരെ വന്നപ്പോൾ അത് യോഹന്നാൻ യേശുവിനെ തിരിച്ചേൽപ്പിച്ചു. അവനത് അപ്പോസ്തലന്മാരിലൂടെ ലോകത്തിലേക്ക് പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. The blessed boon of priesthood that God had given Aaron and Moses and had passed on to John was returned to Jesus by John. This was manifested to the world through apostles. ഇതിലൂടെ ഈ പഴയ നിയമ പൗരോഹിത്യം ക്രിസ്തുവിലേക്ക് തിരിച്ച് ഏൽപ്പിക്കുന്നതിലൂടെ പഴയ നിയമ പൗരോഹിത്യം പൂർണ്ണമാവുകയാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആശയം. The Old Testament priesthood is fulfilled only when it is linked to the eternal high priesthood of Christ എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ 3 വാക്യങ്ങൾ 2 ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഒന്ന്, ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിനെ പോലെ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രതീകം. 2, ഇറ്റ്സ് നോട്ട് എ ട്രഡീഷണൽ പ്രീസ്റ്റ്ഹുഡ് ബട്ട് ഇറ്റ്സ് ഇറ്റേണൽ. അത് പരമ്പരാഗതമായി കൈമാറി വന്ന പൗരോഹിത്യമല്ല, എന്നാൽ അത് നിത്യമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം മൽക്കീസദേക്കിനെ പറ്റി വേദപുസ്തകത്തിൽ നമ്മൾ കണ്ടതായിട്ടുള്ള ഭാഗങ്ങളും നമ്മൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ? നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം.
ദി എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് മെൽക്കിസദേക്ക്. മെൽക്കിസദേക്കിന്റെ ഔന്നത്യം എന്നുള്ളതാണ് നമ്മൾ 4 മുതൽ 19 വരെയുള്ള ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ലേവ്യ പൗരോഹിത്യത്തെക്കാൾ അല്ലെങ്കിൽ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ മേന്മയേറിയതാണ് മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം എന്ന് തെളിയിക്കുന്ന 2 കാര്യങ്ങളാണ് ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ അബ്രഹാമും മൽക്കിസദേക്കും തമ്മിൽ കണ്ട ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അബ്രഹാം ആണ് മൽക്കിസദേക്കിന് ദശാംശം നൽകിയത്, അല്ലെ? ഇറ്റ് വാസ് ഏബ്രഹാം ഹു ഗേവ് മെൽക്കിസദേക്ക് a tenth of everything. മൽക്കിസദേക്ക് അബ്രഹാമിൽ നിന്ന് ദശാംശം സ്വീകരിച്ചു. ഇത് നമ്മുടെ ലേവ്യ പൗരോഹിത്യവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരായിരുന്നു ലേവ്യ കുടുംബത്തിന് ദശാംശം നൽകുന്നത്? ബാക്കി ജനം മുഴുവൻ ലേവ്യ പുരോഹിതന്മാർക്ക് ദശാംശം നൽകും. ഇത് നിയമത്തിന്റെ ഭാഗമായിരുന്നു. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ ലോ, അല്ലെ? എന്നാൽ അബ്രഹാമും മൽക്കിസദേക്കും തമ്മിൽ അവിടെ അബ്രഹാം ദശാംശം മൽക്കിസദേക്കിന് നൽകുമ്പോൾ അത് നിയമം അനുസരിച്ച് കൊടുത്തതല്ല, മറിച്ച് അത് അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടും ഔന്നത്യം കൊണ്ടുമാണ് അബ്രഹാം ആ ദശാംശം അവിടെ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മൽക്കിസദേക്കാണ് അബ്രഹാമിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്നതായിട്ടുള്ള ലേവി പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്, അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഏബ്രഹാം വാസ് ബ്ലെസ്ഡ് ബൈ മെൽക്കിസദേക്ക്. മതത്തിന്റെ ചിന്താഗതിയിൽ അനുഗ്രഹദാതാവ് അനുഗ്രഹിക്കപ്പെടുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദ റിലീജിയൻ, ദ വൺ ഹൂ ബ്ലെസ്സസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ബ്ലെസ്സഡ്. അപ്പോൾ അഹറോനിലൂടെ പൗരോഹിത്യം സ്വീകരിക്കുന്ന ലേവി കുടുംബത്തെക്കാൾ മൽക്കിസദേക്ക് ശ്രേഷ്ഠനാണ് എന്നവിടെ പിന്നെയും പ്രൂവ് ചെയ്യപ്പെടുകയാണ്. അപ്പം 2 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്നത് മൽക്കിസദേക്ക് ലേവി പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനാണ്. ഒന്ന്, അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം നൽകി. മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇതുകൊണ്ട് തന്നെ മൽക്കിസദേക്കിന്റെ ഔന്നത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് നമുക്ക് നൽകുന്നത് മറ്റൊരു ചിന്തയാണ്. എന്താണ്? ലേവി പൗരോഹിത്യത്തിന് എവിടെയൊക്കെയോ അവരുടെ പൗരോഹിത്യ ദൗത്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. ഓൾഡ് ടെസ്റ്റ്മെന്റ് priesthood failed in achieving its purpose. അതുകൊണ്ട് തന്നെ ഈ ലേവ്യ പുരോഹിതന്റെ പൗരോഹിത്യമല്ലാതെ മറ്റാ ഒരു അഹ്റോന്റെ ക്രമമല്ലാതെ മറ്റൊരു പുരോഹിതന്റെ പൗരോഹിത്യം രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായിരുന്നു. ആ പുരോഹിതനാണ് ആര്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തു എന്നുള്ളതാണ് ആ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്താണ്? അഹറോന്റെ ക്രമത്തിൽ നിന്ന് വന്ന ലേവി പൗരോഹിത്യം അവരുടെ പൗരോഹിത്യ ദൗത്യത്തിൽ പരാജയപ്പെടുമ്പോൾ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ നിന്നുള്ള ഒരു പുരോഹിതൻ പൗരോഹിത്യ ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിരുന്നു. അതാണ് ക്രിസ്തു. അത് തെളിയിക്കുന്ന 2 കാര്യങ്ങൾ, 2 റെഫറൻസസ് നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. ഒന്ന്, പഴയ നിയമ പ്രകാരമുള്ള പുരോഹിത വംശത്തിൽപ്പെടാത്ത ഉന്നത പുരോഹിതൻ, a high priest who is not from the priestly tribe according to the old law. 2, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദ് വംശജൻ, a descendant of David in the tribe of Judah. ഈ 2 റെഫറൻസസും it reveals that Christ is the king and there is no physical succession to his priesthood and that it is innate. ക്രിസ്തു രാജാവാണെന്നും അവന്റെ പൗരോഹിത്യത്തിന് ജഡീക പിന്തുടർച്ച ഇല്ലെന്നും അത് നൈസർഗികമാണെന്നുമാണ് ഈ 2 റെഫറൻസസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേവ്യ പൗരോഹിത്യത്തിന് സാധിക്കാതെ പോയത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലൂടെ ആ ദൗത്യം അത് സാധിക്കുകയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. എന്തുകൊണ്ട് എപ്രകാരം ക്രിസ്തു ലേവി പുരോഹിത വംശത്തിൽ വരുന്നില്ല എന്നും കൂടെ കാണിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് രണ്ടാമത്തെ ഭാഗം, ദി എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് മെൽക്കിസദേക്ക്. മൽക്കിസദേക്കിന്റെ ഔന്നത്യം 2 കാര്യങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, അബ്രഹാമാണ് മൽക്കിസദേക്കിന് ദശാംശം നൽകിയത്. മെൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇത് കാണിച്ചു തരുന്നത് മറ്റൊരു ചിന്തയാണ്. എന്താണ്? ലേവി പൗരോഹിത്യത്തിന് അതിന്റെ ദൗത്യം അത് പരാജയപ്പെട്ടു പോയപ്പോൾ അഹറോന്റെ ക്രമമല്ലാതെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ അവിടെ ആവശ്യമായിരുന്നു പൗരോഹിത്യ ദൗത്യം പൂർത്തീകരിക്കുവാൻ. അതാണ് ക്രിസ്തു. അത് ഉറപ്പിക്കുന്ന 2 റെഫറൻസസ് ആണ്. ഒന്ന്, പഴയ നിയമ പ്രകാരമുള്ള പൗരോഹിത വംശത്തിൽ പെടാത്ത ഉന്നത പുരോഹിതനായിരിക്കണം. 2, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദ് വംശജൻ ആയിരിക്കണം. രണ്ടാമത്തെ ഭാഗവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ക്രിസ്തുവിന്റെ മേന്മയേറിയ പൗരോഹിത്യം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ദി എക്സലന്റ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്.
20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മേന്മയേറിയതായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന 3 വാക്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ മേന്മ കാണിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, 20-ാം വാക്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ശപഥം ചെയ്ത് സ്ഥാപിച്ച പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. The high priesthood of Christ was established through an oath. അതായത് 110:4 സങ്കീർത്തനം 110:4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. പഴയ നിയമ പുരോഹിതന്മാർ ശപഥം കൂടാതെയാണ് അവർ പരമ്പരാഗതമായിട്ട് ഏറ്റെടുത്തതാണ് ആ പദവി എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് ദൈവമായിട്ട് ശപഥത്തിലൂടെ സ്ഥാപിച്ചതാണ് എന്ന് ആ ഒരൊറ്റ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒന്നാമത് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം മേന്മയേറിയത്? ഒന്ന്, ശപഥം ചെയ്ത് സ്ഥാപിച്ച പൗരോഹിത്യമാണ്. The high priesthood of Christ was established through an oath. 2, his priesthood will not pass by death. മരണം മൂലം നീങ്ങി പോകാത്ത നിത്യ പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത് എന്ന് 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനാകിയാൽ മരണം മൂലം അവന്റെ മഹാപൗരോഹിത്യം നീങ്ങിപ്പോകുന്നില്ല. അതുപോലെ തന്നെ അവൻ ദൈവപുത്രനാകിയാൽ he shall live eternally because he is the son of God. ദൈവപുത്രനാകിയാൽ അവൻ എന്നേക്കും വസിക്കും. അതുകൊണ്ട് ദൈവപുത്രനാകിയാൽ അവൻ എന്നേക്കും വസിക്കും. അതുപോലെ നിത്യ മഹാപുരോഹിതനായതിനാൽ മനുഷ്യരുടെ മധ്യസ്ഥനായി പിതാവിന്റെ വലത്തുഭാഗത്ത് സദാ എന്നേക്കും നമുക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്. അവന്റെ പൗരോഹിത്യം അത് കൈമാറാവുന്നതല്ല. അതുകൊണ്ട് ക്രിസ്തീയ സഭകളിലെ വൈദികരെന്ന് പറയുന്നത് ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ പങ്കാളികളാകുവാൻ മാത്രമാണ് അവർക്ക് കഴിയുന്നത്. The priest of Christian church can only share in it എന്നുള്ളതാണ്. share in the priesthood of Christ എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞു ശപഥം ചെയ്ത് സ്ഥാപിച്ച പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. 2, മരണം മൂലം നീങ്ങിപ്പോകുന്ന മഹാപൗരോഹിത്യമല്ല ക്രിസ്തുവിന്റേത്. അവൻ ദൈവപുത്രനാകിയാൽ എല്ലാ കാലത്തും അവൻ വസിക്കും. അതോടൊപ്പം നിത്യമഹാപുരോഹിതനാകിയാൽ എല്ലാ കാലത്തും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിലനിൽക്കും എന്നുള്ള 2 കാര്യങ്ങളാണ് 2-ാമത്തെ ഭാഗത്ത് ഓർമ്മിപ്പിച്ചത്. 3, ഹിസ് priesthood can save humankind. രക്ഷിക്കുവാൻ കഴിയുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത് എന്ന് 25-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ക്രിസ്തുവിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒന്നാണ്, ഒരു മേന്മയാണ്. എന്താണ്? സാൽവിഫിക് priesthood. രക്ഷ നൽകാൻ കഴിയുന്ന പൗരോഹിത്യം എന്നുള്ളത്. പാപികളെ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുവാൻ അവൻ പാപികളുടെ സ്നേഹിതനായിട്ട് ജീവിച്ചു. പാപമില്ലാത്ത ക്രിസ്തുവിന്റെ യാഗവും മരണവും മാനവജാതിയുടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന് ഇടയാക്കി. ഒന്നെന്താണ്? പാപികളെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ അവൻ പാപികളുടെ സ്നേഹിതനായിട്ട് ജീവിച്ചു. അവന്റെ പാപമില്ലാത്ത യാഗവും മരണവും നമ്മുടെ മുഴുവൻ മാനവജാതിയുടെ മുഴുവൻ വീണ്ടെടുപ്പിന് ഇടയാക്കി. His sinless sacrifice and death became the cause of eternal redemption of humankind. 3, എന്താണ്? അവൻ സർവവും തികഞ്ഞവനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ നമ്മെ സമ്പൂർണമായിട്ട് രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. Christ intercedes for us in his perfection so he can redeem us completely എന്നുള്ളതാണ്. ഇങ്ങനെ രക്ഷിക്കാൻ സാധ്യമാകുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. 3 കാര്യങ്ങളാണ്. 1, ശപഥം ചെയ്ത് സ്ഥാപിച്ചു എന്നുള്ളത് നമുക്ക് 110:4 നമുക്കത് തെളിയിക്കാൻ സാധിക്കുന്നു. 2, ഹിസ് priesthood will not pass by death. മരണം മൂലം നീങ്ങി പോകാത്ത നിത്യ പൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത് എന്ന് പറഞ്ഞു. 3, രക്ഷിക്കാൻ സാധിക്കുന്ന നിത്യമഹാപൗരോഹിത്യമാണ് ക്രിസ്തുവിന്റേത്. ഇതുകൊണ്ട് തന്നെയാണ് എന്താണ് ദി എക്സലന്റ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഏറ്റവും മേന്മയേറിയത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു സർവഗുണ സമ്പന്നനായ മഹാപുരോഹിതൻ, ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ് ഹു ഇസ് പെർഫെക്റ്റ് ഇൻ ഓൾ വെർച്യൂസ് എന്നുള്ളതാണ്. ക്രിസ്തു ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ അവന്റെ സർവഗുണ സമ്പൂർണത ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ വിവരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത്. 1, ക്രിസ്തു നിത്യനും നിസ്തുലനും ശക്തനുമായ മഹാപുരോഹിതനാണ്. ക്രൈസ്റ്റ് ഇസ് എ ഹൈ പ്രീസ്റ്റ് ഹു ഇസ് ഇറ്റേണൽ, incomparable and powerful enough to redeem us. അവിടെ 3 കാര്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രക്ഷയ്ക്കായുള്ള നമ്മുടെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്നവൻ. He can fulfill our
നീഡ് ഫോർ റിഡംഷൻ. 2, ദൈവ സംസർഗത്തിനുള്ള നമ്മുടെ അഭിനിവേശം, അവർ ഡിസയർ ഫോർ ദ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള സംസർഗത്തിനുള്ള നമ്മുടെ അഭിനിവേശം നിറവേറ്റുവാൻ ക്രിസ്തുവിന് സാധിക്കുന്നു. 3, ലീഡ്സ് അസ് ടു ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് അവർ പേഴ്സൺഹുഡ്. നമ്മുടെ ആളത്വത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന മഹാപുരോഹിതനാണ് ക്രിസ്തു. ക്രിസ്തു അല്ലാതെ ഒരു മഹാപുരോഹിതനും ഇത് മൂന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹി ഈസ് ഇറ്റേണൽ, ഇൻകംപയറബിൾ ആൻഡ് പവർഫുൾ ഇനഫ് ടു റിഡീം us. നിസ്തുലനും നിത്യനും രക്ഷിക്കുവാൻ ശക്തനുമായ മഹാപുരോഹിതനാണ് ക്രിസ്തു എന്ന് ഒന്നാമത് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, ഹോളി, ബ്ലെയിംലെസ് ആൻഡ് പ്യൂർ എന്നാണ് പറയുന്നത്. അവൻ മനുഷ്യനായി തീർന്ന് മാനുഷികമായ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും എല്ലാം അതിജീവിച്ചും അവൻ നിർമ്മലനായും നിഷ്കളങ്കനായും ഇരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹി ബിക്കേം മാൻ and overcame all the limitations and temptations of human nature, but he remained pure and blameless. അവനെ നമുക്കൊരു മാതൃകയായിട്ട് തീരുന്നതിനോടൊപ്പം അവിടെ ഒരു ടാഗ് ലൈൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, സെറ്റ് അപ്പാർട്ട് ഫ്രം സിന്നേഴ്സ് എന്ന് ക്രിസ്തുവിനെ അവിടെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാ? കാരണം ഭൂമിയിൽ അവൻ പാപികളോടും അതിക്രമക്കാരോടും കൂടെ എണ്ണപ്പെട്ടുവെങ്കിലും on earth even he was counted among sinners and trespassers. മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായി മാറി എന്നുള്ളതാണ് പറയുന്നത്. he lives as set apart from sinners because he defeated death. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ എന്ന് വിളിക്കുന്നത്? ഭൂമിയിൽ അവൻ പാപികളോടും അതിക്രമക്കാരോടും കൂടെ എണ്ണപ്പെട്ടെങ്കിലും മരണത്തെ ജയിച്ചതുകൊണ്ട് അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായി കഴിയുന്നു. On earth even he was counted among sinners and trespassers. He lives as set apart from sinners because he defeated death. അങ്ങനെ പാപികൾക്ക് തന്റെ മേൽ ഒരു ശക്തിയും സാധ്യമാക്കാത്ത വിധത്തിൽ അവിടുന്ന് മഹത്വത്തിൽ വിരാജിക്കുകയാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പാപപരിഹാരത്തിനുള്ള ഏക ബലി എന്നാണ് ക്രിസ്തുവിന്റെ സർവഗുണ സമ്പന്നതയെ വിശേഷിപ്പിക്കുന്നത്. ദ ഓൺലി സാക്രിഫൈസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മേന്മയേറിയതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് സ്ഥാപിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെയാണ് ഇത്. എന്താണ് അവന്റെ സാക്രിഫൈസ് അല്ലെങ്കിൽ അവന്റെ പൗരോഹിത്യം എന്നുള്ളത്? ബാക്കി ലേവ്യ പൗരോഹിത്യം അല്ലെങ്കിൽ പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, യോം കിപ്പൂർ എന്നൊക്കെ പറയുന്ന ആ ദിവസത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പുരോഹിതന്മാർ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ജനങ്ങൾക്കുള്ള പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കാൻ പോകുന്നത്, അല്ലെ? എന്നാൽ ഇവിടെ ക്രിസ്തു എങ്ങനെയാണ്? അവൻ സ്വയം ബലി അർപ്പിക്കുകയാണ്, സ്വയമായി ബലിയായി മാറുകയാണ്. അതുകൊണ്ട് സ്വയം ബലി അർപ്പിക്കുന്ന മഹാപുരോഹിതനും ബലി വസ്തുവുമായി മാറുന്ന ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. The one who offered sacrifice as well as the object being sacrificed is Christ itself എന്നുള്ളതാണ്. ഇങ്ങനെ ക്രിസ്തുവിന് സർവഗുണ സമ്പൂർണത നമുക്ക് 3 പോയിന്റ് ആയിട്ട് കാണാൻ സാധിക്കും. 1, he is eternal, incomparable and powerful enough to redeem us. നിസ്തുലനും നിത്യനും രക്ഷിക്കുവാൻ ശക്തനുമായിട്ടുള്ള മഹാപുരോഹിതൻ. ഹി ഈസ് ഹോളി, ബ്ലെയിംലെസ് ആൻഡ് പ്യുവർ. നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. മൂന്നാമതായിട്ട് പാപപരിഹാരത്തിനുള്ള ഏക ബലി, ഓൺലി സാക്രിഫൈസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. ഇത്രയുമാണ് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പോയിന്റുകളായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കണം. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ മെൽക്കിസദേക്ക് ബേസ്ഡ് ഓൺ ബൈബിൾ. ആരാണ് മെൽക്കിസദേക്ക് എന്നുള്ള ഉത്തരം നമുക്ക് ലഭിച്ചു. അതോടൊപ്പം ക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായിട്ട് ചേർത്ത് നമുക്ക് 2 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. He is the king of righteousness and peace. നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ് എന്നുള്ളത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രതീകമായിട്ട് മെൽക്കിസദേക്ക് അവിടെ മാറുകയാണ്. രണ്ടാമതായിട്ട് it's not a traditional priesthood but it is eternal. ക്രിസ്തുവിന്റെ പൗരോഹിത്യം മെൽക്കിസദേക്കിനെ പറ്റി വേദപുസ്തകത്തിൽ അവന്റെ ജനനമോ മരണമോ ഒന്നും കാണാത്തപ്പോൾ അത് നിത്യമാണ് എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ പൗരോഹിത്യവും അതൊരു പരമ്പരാഗത പൗരോഹിത്യമല്ല, എന്നാൽ അത് നിത്യമായ ഒന്നാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം നമുക്ക് നൽകിയ ചിന്ത. രണ്ടാമത്തെ ഭാഗം ദ എക്സോൾട്ടഡ് പൊസിഷൻ ഓഫ് മൽക്കീസദേക്ക് എന്നുള്ളതാണ്. മൽക്കീസദേക്കിന്റെ ഔന്നത്യത്തെ പറ്റി പറഞ്ഞു. 2 കാര്യങ്ങളാണ് മൽക്കീസദേക്കിന്റെ ഔന്നത്യത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചത്. 1, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം നൽകി. 2, മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അതോടൊപ്പം പഴയ നിയമ പൗരോഹിത്യം പരാജയപ്പെട്ടു പോയപ്പോൾ പുതിയ നിയമത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ ഒരു പുരോഹിതൻ വന്നു. അതിന് റെഫറൻസിന് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? 1, പഴയ നിയമത്തിന്റെ
നിയമത്തിനനുസരണമല്ലാത്ത മറ്റൊരു പുരോഹിതനായിരുന്നു ആ പുരോഹിതൻ. 2, യഹൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദ് വംശജനായിരുന്നു ആ പുരോഹിതൻ. അപ്പൊ ഇത് രണ്ടും ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്ക് തന്നെയാണ്. 3-ാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത് ക്രിസ്തുവിന്റെ മേന്മയേറിയ പൗരോഹിത്യത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് മേന്മയേറിയത്? 3 കാര്യങ്ങൾ. 1, ശപഥം ചെയ്ത് സ്ഥാപിച്ച പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത്. 2, മരണം മൂലം നീങ്ങിപ്പോകാത്ത പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത്. രക്ഷിക്കുവാൻ, സാൽവിഫിക് പ്രീസ്റ്റ്ഹുഡ്, രക്ഷിക്കുവാൻ കഴിയുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത് എന്നുള്ള 3 കാര്യങ്ങൾ നമ്മൾ 3-ാമത്തെ ഭാഗത്ത് പറഞ്ഞു. 4-ാമത്തെ ഭാഗം ക്രിസ്തു സർവ്വഗുണസമ്പൂർണനായ മഹാപുരോഹിതൻ എന്നുള്ളിടത്ത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? 1, ക്രൈസ്റ്റ് ഇസ് എ ഹൈ പ്രീസ്റ്റ് ഹു ഇസ് ഇറ്റേണൽ, ഇൻകംപയറബിൾ ആൻഡ് പവർഫുൾ ഇനഫ് ടു റിഡീം us. നിത്യനും നിസ്തുലനും രക്ഷിക്കുവാൻ മാത്രം ശക്തനായ മഹാപുരോഹിതനാണ് ക്രിസ്തു. അവിടെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള ആവശ്യം, ദൈവസംസർഗത്തിനുള്ള നമ്മുടെ അഭിനിവേശം, ഇത് രണ്ടും നിറവേറ്റുവാനും നമ്മുടെ ആളത്വത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുവാനും സാധിക്കുന്ന പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത്. 2, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, ഹോളി, ബ്ലെയിംലെസ് ആൻഡ് പ്യുവർ. 3, പാപപരിഹാരത്തിനുള്ള ഏക ബലി, ഓൺലി സാക്രിഫൈസ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻസ്. ഇത്രയും കാര്യങ്ങളാണ് 7-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തോട് ചേർത്ത് നിർത്തുന്ന ഭാഗങ്ങളാണ് നമ്മൾ 4, 5, 7 അധ്യായങ്ങളിൽ കണ്ടത്. 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തുവും മൽക്കീസദേക്കുമായിട്ട് ചേർത്ത്, എന്തുകൊണ്ട് ക്രിസ്തുവിനെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ, മഹാപുരോഹിതൻ എന്ന് പറയുന്നു എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ് നമുക്ക് ഈ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിച്ചത്. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.